ഇനി ഒരു 10-12 ദിവസങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ട് വരും. രണ്ട്, ഒക്ടോബർ മാസത്തെ കേരള PSC കലണ്ടർ വരും. അപ്പോൾ അതിനകത്ത് ഏറ്റവും അധികം കുട്ടികൾ കാത്തിരിക്കുന്നത് ഡിഗ്രി പ്രിലിംസ് എത്രയായിരിക്കും ഫൈനൽ കട്ട് ഓഫ് വരുന്നത്. ഇതിപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് എല്ലാം ആൻസർ കീ വന്നു. ഫൈനൽ ആൻസർ കീ വന്നു. അപ്പോൾ ഫസ്റ്റ് ഫേസ് നോക്കുകയാണെങ്കിൽ 2 ഡിലീഷനും 4 ആൻസർ ചേഞ്ച് ആയിരുന്നു. സെക്കൻഡ് ഫേസ് 5 ഡിലീഷനും 5 ആൻസർ ചേഞ്ച്. തേർഡ് ഫേസ് ആണെങ്കിൽ 5 ഡിലീഷനും 3 ആൻസർ ചേഞ്ചും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികളോട് മൊത്തം അഭിപ്രായം ചോദിച്ചു. നമ്മുടെ കുട്ടികൾ, പുറത്തുള്ള കുട്ടികൾ, നമ്മളൊരു പോളൊക്കെ ഇട്ടായിരുന്നു. എത്ര കട്ട് ഓഫ് പ്രതീക്ഷിക്കാം? അതായത് കട്ട് ഓഫ് പല കാര്യങ്ങൾ മാനദണ്ഡമാക്കിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഇപ്പം എക്സാം എഴുതിയ കുട്ടികളുടെ എണ്ണവും എക്സാമിന്റെ നിലവാരവും ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ വ്യത്യാസം ഇതൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. എന്നാലും കൂടുതൽ കുട്ടികളും ആഗ്രഹിക്കുന്നത് ഇപ്പം പഠിക്കാൻ പറ്റുന്നില്ല കുറേ പിള്ളേർക്ക്. കാരണം ഇപ്പം കയറുമോ, പ്രിലിംസ് ക്ലിയർ ആകുമോ, ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ട്. ആദ്യം തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് കാര്യം പറയാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിൽ പോവാം. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ സാറേ, എനിക്ക് തോന്നുന്നു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് എയിം ചെയ്യുന്നതെങ്കിൽ, ഏറ്റവും കൂടുതൽ കുട്ടികൾ അതിലാണല്ലോ പഠിക്കുന്നത്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് എയിം ചെയ്യുന്നതെങ്കിൽ 40+ ഉള്ളൊരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ എന്ത് ചെയ്യാം, ഷോർട്ട് ലിസ്റ്റ് ഉറപ്പായിട്ടും പഠിക്കാം. ഇനി അവൻ ഒരു സെക്കൻഡ് ഫേസോ തേർഡ് ഫേസോ ഒക്കെ ഉള്ള ആളാണെങ്കിൽ, ഓക്കെ, അവനൊരു ഫസ്റ്റ് ഫേസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഒരു 38+ ഉണ്ടെങ്കിലും പഠിച്ചു തുടങ്ങാം. കാരണം ഒരു പാറ്റേൺ മാറിയ സമയത്ത് എക്സാം ആയിരുന്നു ഫസ്റ്റ് ഫേസ്. ഇനി നമ്മുടെ യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ്റെ ആണെങ്കിൽ ഒരു 45+ ഉള്ള കുട്ടിയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഇനി ഫോഴ്സ് പരീക്ഷകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 35+ ഒരു 40 റേഞ്ച്, 40+ തന്നെ അവിടെ പറയാം. കാരണം ലിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ 40+ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ റേഞ്ചിലുള്ള കുട്ടികളാണെങ്കിൽ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങാം. അതെ, ഫോഴ്സ് പരീക്ഷകൾക്ക് 40+ ഉണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങാം. ചിലപ്പോൾ 40 താഴെയും വരാം. കാരണം ഇപ്പോൾ ഓരോ ഷോർട്ട് ലിസ്റ്റിലെയും ആളുകളുടെ എണ്ണം വേക്കൻസിക്ക് അനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 40+ പറയാം. ഇനി 40 താഴെ വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല, ഫിസിക്കലുള്ള പരീക്ഷയാണ്. ഓക്കെ, പക്ഷേ 2 എക്സാം ഉണ്ട്. അതായത് ഒന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ ക്ലെയിംസ്. അവിടെ ഉറപ്പായിട്ടും കട്ട് ഓഫ് കാര്യം നമ്പർ ഓഫ് വേക്കൻസി വളരെ കുറവാണ്. അവിടെ നല്ലൊരു കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. ഒരു 50+, 55+, ചിലപ്പോൾ ഒരു 58+, 60+ വന്നാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്പർ ഓഫ് വേക്കൻസി വളരെ കുറവാണ്. ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറിന്റെ പരീക്ഷ നടത്തിയ സമയത്ത് നല്ല കട്ട് ഓഫ് 60+ കട്ട് ഓഫ് പോയിട്ടുണ്ട്, പ്രതീക്ഷിക്കാം. അതെ, അപ്പൊ അവിടെ ഈ കുറെ കുട്ടികൾ കാത്തിരിക്കുന്ന, അയ്യോ എനിക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കട്ട് ഓഫ് കൂടാൻ ചാൻസ് ഉണ്ടോ, വേക്കൻസി കുറവല്ലേ, അങ്ങനെയൊക്കെ വിചാരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം വെച്ചാൽ ഈ യൂണിവേഴ്സിറ്റി മാത്രം മക്കളെ നിങ്ങൾ ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കൂടെ നോക്കുകയാണെങ്കിൽ അവിടെ സിലബസ് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു 5 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് വരും. അതെന്തായാലും ഒരു പുതിയ സിലബസ് ആയിരിക്കും സ്പെഷ്യൽ ടോപ്പിക് വരാൻ പോകുന്നത്. 5 മാർക്കിന്റെ വ്യത്യാസം ഉറപ്പായിട്ട് കാണും. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു 13 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്. ഈ 5, 13 ഈ വ്യത്യാസം മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. വേറെ പുതുതായിട്ടൊന്നും അതിനകത്ത് ആഡായി വരുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കാം, നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മാത്രം ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. കാരണം ഭാവിയിൽ യൂണിവേഴ്സിറ്റീസിന്റെ അവസ്ഥ എന്താവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നിലവിൽ തന്നെ യൂണിവേഴ്സിറ്റീസിലൊന്നും വളരെ കുട്ടികൾ കുറവാണ്. ഒരുപാട് കോളേജസ് ഒക്കെ ആണെങ്കിൽ പൂട്ടി പോകുന്നു. ഭാവി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇങ്ങോട്ട് വരാം. പക്ഷേ അവിടെ നിങ്ങൾ രണ്ടും പ്രിപ്പയർ ചെയ്യുക. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുക, അതേപോലെ നല്ലൊരു അവസരമാണ്. അപ്പൊ അവസരം കളഞ്ഞ് അത് മാത്രം യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ബേസിലാണ് നമ്മൾ കട്ട് ഓഫ് ഇങ്ങനെ നമ്മൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഒക്കെയാണ് 3,90,090 ആൾക്കാരാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അപ്ലൈ ചെയ്തേക്കുന്നത്. അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ 4 ലക്ഷത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്തു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്ര പേര് എക്സാം എഴുതാൻ പോയി. അതായത് സെക്കൻഡ് ഫേസും തേർഡ് ഫേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫേസ് കുറച്ചും കൂടെ അറ്റൻഡൻസ് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ സെക്കൻഡ് ഫേസും തേർഡ് ഫേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിനകത്ത് പകുതി ആൾക്കാർ പോലും എക്സാം എഴുതാൻ വന്നിട്ടില്ല. പ്രത്യേകിച്ച് തേർഡ് ഫേസ് ഒക്കെ ആണെങ്കിലും ഒരു ക്ലാസ്സിനകത്ത് 8-9 പേരൊക്കെ മാക്സിമം, അതെ, 10 പേര് താഴെ മാത്രമേ പല ക്ലാസ്സുകളിലും ഉണ്ടായിരുന്നുള്ളൂ. അതായത് ടോട്ടൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു 2.25 ലക്ഷം ആൾക്കാരൊക്കെ ആയിരിക്കും ഉറപ്പായിട്ടും എക്സാം എഴുതാൻ പോയിരിക്കുന്നത്. ഈ 2.25 ലക്ഷം ആൾക്കാരിൽ എത്ര പേരായിരിക്കും പ്രിലിംസിന്റെ ലിസ്റ്റിനകത്ത് വരാൻ പോകുന്നത്? അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, മക്കളെ, നിങ്ങളുടെ സാധ്യത എത്ര മാത്രമാണ് നോക്കി. അതായത് കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ 50,000 പേരാണ് പ്രിലിംസിന്റെ ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അത്രത്തോളം ആൾക്കാർ നമുക്ക് പ്രതീക്ഷിച്ച കാര്യം, ഒരു 4,000 പേർക്ക് ജോലി കിട്ടുമെങ്കിൽ അവിടെ അതിന്റെ ഒരു 10 ഇരട്ടിയിലധികം ആൾക്കാർ പ്രിലിംസിന്റെ ലിസ്റ്റിനകത്ത് വന്നിരിക്കും. ഇനി കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ 38,000 ആൾക്കാരാണ് പ്രിലിംസിന്റെ ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ നോക്കുമ്പോൾ ഇത്രയും വലിയൊരു ലിസ്റ്റ്, ഒരു ജംബോ ലിസ്റ്റാണ്, ഇത്രയും ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ കട്ട് ഓഫ് വല്ലാണ്ട് കൂടിയിട്ട് ആളുകൾ കുറയും. സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ആളുകളില്ല. 2 ലക്ഷത്തിൽ താഴെ ആളുകൾ മാത്രമേ പരീക്ഷ എഴുതിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും 50,000 പേരുടെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കട്ട് ഓഫ് താത്തിടണം. അതുകൊണ്ടാണ് ആ ഒരു റേഞ്ചിന്റെ കട്ട് ഓഫ് പറയുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അവിടെ രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായ ചേഞ്ച്, അതായത് പാറ്റേണിലുണ്ടായ ചേഞ്ച്. സാധാരണ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയെക്കാട്ടിലും പാറ്റേണിൽ ഫസ്റ്റ് ഫേസിന്റെ സമയത്ത് പാറ്റേണിൽ ഒരു ചേഞ്ച് ഉണ്ടായി. പൊളിറ്റി ക്വസ്റ്റ്യൻസ് ഒഴിവാക്കി.
ഇപ്പോൾ പൊളിറ്റി ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു ചോദ്യം പോലും ഉണ്ടായില്ല ഡയറക്റ്റ് ആയിട്ട്. നമ്മുടെ ഹിസ്റ്ററിയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള മിൻഡോ മോർലി പരിഷ്കരണം, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും വന്നത്. അപ്പൊ അവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ടായി, ചോദ്യങ്ങളുടെ പാറ്റേണിലും ഒരു ഷിഫ്റ്റ് ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫേസുകാർ കുറച്ചൊന്ന് പാനിക് ആയിട്ടുണ്ടാവണം. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ സമയമൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പാനിക് ഉണ്ടായിരിക്കണം. ഇനി സെക്കൻഡ് ഫേസിലോട്ട് വരുമ്പോൾ മാത്സ് ഘടിപ്പിച്ചു. അപ്പൊ അവിടെയും സമയത്തിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പ്രയാസമായിരുന്നു. അപ്പൊ അവിടെയും കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായി കാണും. തേർഡ് ഫേസിനെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് സെക്കൻഡ് ഫേസ് താരതമ്യം ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം പക്ഷെ ഇതിനകത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, PSC നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം, 3 പരീക്ഷയും ഏകദേശം ഒരു നിലവാരം കീപ്പ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ള ഒരു സംഭവമാണ്. കാരണം ഇപ്പൊ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും സാധാരണ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷയാണെങ്കിൽ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും നല്ല പ്രയാസമാക്കിയിട്ട് തേർഡ് ഫേസ് അങ്ങനത്തെ ഭയങ്കരമായിട്ട് താത്തളി, അല്ലെ ഫസ്റ്റ് ഫേസ് ഭയങ്കരമായിട്ട് താത്തിട്ട് സെക്കൻഡ് തേർഡ് ഫേസും നിലവാരം കൂട്ടും. അപ്പൊ ഈ നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ അത്ര നീതിയുക്തമല്ലാതെ നടന്നിരിക്കും. പക്ഷെ ഇവിടെ ഏകദേശം ഒരേപോലെ തന്നെ വന്നു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്നത് 100 ചോദ്യങ്ങൾ മര്യാദയ്ക്ക് ഇടാൻ പറ്റാത്ത PSC എന്നുള്ളതാണ്. പക്ഷെ അവിടെയും PSC വിമർശിക്കാനായിട്ട് പറ്റില്ല. അല്ല, ഞാൻ ഈ കാര്യത്തിൽ PSC ഒരിക്കലും വിമർശിക്കത്തില്ല. കാര്യം ഇപ്പൊ 10-16 ഡിലീഷനൊക്കെ വന്നാൽ ഉറപ്പായിട്ട് വിമർശിക്കും. പക്ഷെ PSC എന്തുകൊണ്ട് ഇങ്ങനെ തെറ്റുകൾ വരുന്നു? റീസൺ ഇത്രയേ ഉള്ളൂ, വളരെ കുറച്ച് ആൾക്കാരാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. കാര്യം ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ലീക്കായി പുറത്തു പോകാൻ പാടില്ല, മറ്റൊരാൾ ചോർന്നു പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാക്കിയുള്ള എക്സാംസ് ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, എന്താ സംഭവിച്ചത്? SSC ആയിക്കോട്ടെ, എന്താ സംഭവിച്ചത്? റെയിൽവേ ഇതുവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കേട്ടിട്ടില്ല. പിന്നെ UPSC ആണെങ്കിൽ ഒരു ആൻസർ കീ പുറത്തു വരാത്തോണ്ട് പ്രശ്നമില്ല, ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ PSCക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. അത് ഒരു അതായത് 5% എററൊക്കെ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഡിലീഷൻ എന്നാണ്, ഓപ്ഷൻ ചേഞ്ച് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ 5% ഡിലീഷൻ എന്നൊക്കെ പറയുന്നത് ഉണ്ടാവേണ്ടതാണ്. ഒരുപക്ഷെ അവർ മനഃപൂർവ്വം ചില ചോദ്യങ്ങളൊക്കെ ഡിലീഷൻ ഉണ്ടാക്കിയേക്കാം, അല്ലെ? ക്വസ്റ്റ്യൻസ് ഒരു കുട്ടിയുടെ സമയം മാക്സിമം കളയാം. അതായത് PSC ചിന്തിക്കുന്നത് ഇങ്ങനെ, PSC ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാല്, അതായത് ഈ 1.5 മണിക്കൂറിൽ അവൻ ഈ സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഈ കുറഞ്ഞ സമയത്ത് എങ്ങനെ അവൻ ഹാൻഡിൽ ചെയ്യും, ഇതാണ് PSC എപ്പോഴും ചിന്തിക്കുന്നത്. അതെ, എന്തായാലും പരീക്ഷ എഴുതാൻ പോകുന്ന ഇപ്പം 2.5 ലക്ഷം പേര് എഴുതി, 2.5 ലക്ഷം പേർക്ക് ഇത് തന്നെയാണല്ലോ അവസ്ഥ. അല്ലാതെ ഒരാൾക്ക് വേണ്ടി പ്രത്യേക വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് കുറ്റം പറയാനില്ല. അപ്പൊ ആ കാര്യം നമ്മൾ മാനദണ്ഡമായിട്ട് എടുക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു, 1 ക്വസ്റ്റ്യൻസിന്റെ എണ്ണം, 2 ഡിലീഷന്റെ കേസ് നമ്മൾ പറഞ്ഞു, കുട്ടികൾ അറ്റൻഡ് ചെയ്തവരുടെ എണ്ണം പറഞ്ഞു, നിലവാരം നമ്മൾ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ മാനദണ്ഡമാക്കിയിട്ടേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, കട്ട് ഓഫിനെ പറ്റി പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ കട്ട് ഓഫ് പറഞ്ഞു. ഇതാണ് മാനദണ്ഡം എന്ന് പറയുന്നത്. അത് അനുസരിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് നമ്മൾ എടുത്തു. അപ്പോൾ എത്ര പേര് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ സൂപ്പർ നോട്ട്സിന്റെ ബാച്ചിൽ നിന്ന് പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസിന് വേണ്ടിയിട്ട് അവരവരുടെ പ്രിപ്പറേഷൻ തുടങ്ങി. നമ്മൾ ഓരോ തവണ റിവ്യൂ എടുക്കുമ്പോഴും ആ റിവ്യൂ ഫോം ഒരുപാട് കുട്ടികൾ ഫില്ല് ചെയ്ത് വരുന്നുണ്ട്. അവരെല്ലാവരും നന്നായി നല്ല സ്ട്രോങ് ആയിട്ട് പഠിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. മക്കളെ, ഒരിക്കലും നിങ്ങൾ വെയിറ്റ് ചെയ്തു. അതായത് നിങ്ങൾ എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തെന്ന് ഞാൻ പറയുന്നത് അറിയാം. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഞാൻ എടുക്കുകയാണ്. ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇനി നിങ്ങളുടെ മുമ്പിൽ എത്ര ദിവസമുണ്ട്? ഇപ്പൊ ഒക്ടോബറിലായിരിക്കും എക്സാം. 75 ദിവസം, 75 പ്ലസ് ദിവസങ്ങളുണ്ട്. അപ്പൊ ഈ 75 ദിവസം 100 മാർക്ക്, 75 ദിവസം 100 മാർക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ മടിച്ചിരിക്കുകയാണെന്ന് സങ്കല്പിച്ചു. ഉറപ്പായിട്ടും നിങ്ങളുടെ ഒപ്പണന്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് ഒരു ദിവസം ആ കുട്ടി ഏതാണ്ട് ഒരു 1.5 മാർക്കിന്റെ അഡ്വാൻറ്റേജ് ആയിരിക്കും നിങ്ങളെക്കാളും കൂടുതൽ നേടിപ്പോകുന്നത്. അതായത് ഒരു ദിവസം 1.5 മാർക്ക്. ഒന്നാലോചിക്കേ, ഒരു ദിവസം 1.5 മാർക്ക്, 1.5 മാർക്കിന്റെ ഡിഫറൻസ് ഒരു റാങ്ക് ലിസ്റ്റിനകത്ത് എത്ര മാറ്റം ഉണ്ടാക്കും നിങ്ങൾക്കറിയോ? ഈ 1.5 മാർക്കിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു റാങ്ക് ലിസ്റ്റിനകത്ത് ഒരു 300 റാങ്കൊക്കെയാണ് നിങ്ങളെ മുമ്പിലേക്ക് പുറകിലേക്ക് മാറ്റാൻ പോകുന്നത്. അതായത് 300 റാങ്കൊക്കെ നിയമനം നടക്കണമെങ്കിൽ ഒരു 7-8 മാസമൊക്കെ ചിലപ്പോൾ എടുത്തേക്കാം, അല്ലെങ്കിൽ ഒരു 6 മാസത്തിലധികം ആദ്യം എടുത്തേക്കാം. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഉഴപ്പുന്നത് ഭാവിയിൽ നിങ്ങൾ 6 മാസമാണ് നഷ്ടപ്പെടുത്താൻ പോകുന്നത്. ആ അപകടം നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ഇന്ന് ഉഴപ്പുന്ന ഒരു ദിവസം, ഇന്ന് മാറ്റിവെക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ഭാവിയിൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 6 മാസത്തിലധികമാണ് തള്ളിയെങ്കിൽ കളയാൻ പോകുന്നത്. ഉഴപ്പരുത്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. ഇനി ഡിഗ്രി മെയിൻസിന് ഏറ്റവും നല്ല ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സൂപ്പർ നോട്ട്സിൽ ജോയിൻ ചെയ്തോ. അപ്പൊ എന്തുകൊണ്ട് സൂപ്പർ നോട്ട്സിൽ ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ, ബാക്കി ഒരു അവകാശവാദവും ഇല്ല. കഴിഞ്ഞ റിസൾട്ട് ഒന്ന് എടുത്ത് നോക്കുക, കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റിസൾട്ട് നോക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ആ റിസൾട്ട് ഒന്ന് കാണിക്കുക. പിന്നെ അവിടെ ഇപ്പം പോപ്പപ്പ് ആയി വരും. അതേപോലെ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ ഫുള്ള് കുട്ടികളെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അതായത് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് 900 പേരാണ് ആ ലിസ്റ്റിനകത്ത് ഉള്ളത്. അതിനകത്ത് 130-ലധികം കുട്ടികൾ സൂപ്പർ നോട്ട്സിന്റെ നമ്മുടെ പിള്ളേരാണ്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ റിസൾട്ട് അത് സൂപ്പർ നോട്ട്സിന്റെ സ്വന്തമാണ്. അപ്പൊ അടുത്ത് വരാൻ പോകുന്ന സബ് ഇൻസ്പെക്ടർ പരീക്ഷ 60-ലധികം റിസൾട്ട്, RRBJ ആണെങ്കിൽ 65-ലധികം റിസൾട്ട്. അതേപോലെ CPO ഒരുപാട് കുട്ടികളുണ്ട്. CPO
CPO കഴിഞ്ഞ 30-ലധികം കുട്ടികൾ, അതേപോലെ തന്നെ പുതിയ ഗ്രൂപ്പ് ഡി നിലവിൽ തന്നെ ഏതാണ്ട് 85-ലധികം കുട്ടികൾ, NTPC അത്രയും കുട്ടികൾ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് സൂപ്പർ നോട്ട്സിന്റെ റിസൾട്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നമ്മൾ അവരെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അവരെ നോക്കുന്നുണ്ട്, ഏറ്റവും നല്ല നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഏറ്റവും നല്ല എക്സാംസ് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത്രയും എഫേർട്ട് കൊടുക്കുന്ന ഒരു ടീം മറ്റൊന്ന് കാണത്തില്ല. ഓക്കെ, അതായത് ഒരു കുട്ടിക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ വേണ്ടതിന് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ കണ്ടന്റുകൾ തരാം, കുറെ കണ്ടന്റുകൾ തരാം, പക്ഷെ എന്താണോ വേണ്ടത് ആ വേണ്ടതിന് സൊല്യൂഷൻ തരിക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അവിടെ മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പ്രാധാന്യമുണ്ട്. ഒരു കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം, ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റണം. അതേപോലെ തന്നെ അവരെ വിളിക്കാൻ ഒരാൾ വേണം, അവരെ കേൾക്കാൻ ഒരാൾ വേണം, അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ ഗൂഗിൾ ഫോം വേണം. ഇങ്ങനെ പല 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 കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ബെറ്റർ ആവാനായിട്ട് പറ്റുള്ളൂ, കുട്ടിക്ക് ബെറ്റർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൃത്യമായി ചെയ്യുന്ന മെന്റർഷിപ്പ് പ്രോപ്പറായി കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്കും സൂപ്പർ നോട്ട്സ് കഴിഞ്ഞ നാളുകളിൽ കുട്ടികൾക്ക് അത് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ളൊരു മെന്റർഷിപ്പ് സപ്പോർട്ടും ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ അവകാശവാദം, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോളാം, കാത്തിരിക്കരുത്. എപ്പോഴും നിങ്ങൾ ഒരു ദിവസം മടിക്കുമ്പോൾ ആലോചിക്കാം, നിങ്ങളുടെ ഒരു ദിവസം നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ഭാവിയിലെ 6 മാസത്തിലധികം. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ, നമ്മൾ കൂടെ ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിന്റെ ഡിഗ്രി മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. കാര്യം നമ്മുടെ ബാച്ച് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. എനിക്കൊന്ന് 2-3 ദിവസത്തിനകം തന്നെ ആ ബാച്ച് മറ്റൊന്ന് ആ ബാച്ച് ക്ലോസ് ആവും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ, നമുക്ക് ക്ലാസ്സിൽ കാണാം.